ഹായ്, ക്രോഷ്യ ചെയ്യാൻ നമുക്ക് ക്രോഷ്യ യാണും അതുപോലെ തന്നെ അതിൻ്റെ നീഡിലുണ്ടായാൽ മാത്രം മതി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ വേണം. ഓക്കെ, ഈ യാണെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യാണാണ്. ആക്ലിറിക്കാണ് അങ്ങനെ എന്തോ ഇതിമേ എഴുതിയിട്ടുള്ളത്. എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിന് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന 12 രൂപയുടെ നൂല് വാങ്ങിയാൽ മതിയാവും. അതുപോലെ തന്നെ ഫസ്റ്റ് പഠിക്കുന്നവർ കേട്ടോ, നന്നായിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ലത് കിട്ടും. അതുപോലെ ഇത് ഇതിൻ്റെ നീഡിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം പഴക്കമുള്ളതാണ്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് താത്തമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പൂതി തൂങ്ങി വാങ്ങിയതാണ്. അതിന് അന്നെങ്ങാണ്ട് 5 രൂപ എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇനി നമ്മൾക്കെങ്ങനെ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇതിൻ്റെ ഈ ഫസ്റ്റ് തലപ്പ് ഭാഗം എന്ത് ചെയ്യണം, നമ്മളുടെ നടുക്കത്തെ വിരലിൽ ആ വിരലിൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തണ്ടാവിരലുകൊണ്ട് അവിടെ അമർത്തി പിടിക്കുക. അതൊന്ന് ടൈറ്റ് ആവുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി പിടിക്കുക. ഇതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ടുള്ള ചിഹ്നം അവിടെ വന്ന് കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റത്തേതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മുടെ നീഡിലിട്ടിട്ട് രണ്ടാമത്തേനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക. ജസ്റ്റ് വലിച്ചു ഇപ്പം ഇതുപോലെ കിട്ടുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, അതിങ്ങനെ വലിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ പിടിച്ചിട്ടുള്ളതിനെ വിടാതെ ഒന്നും കണ്ട് വലിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. ഇതുപോലെ നമുക്കിതിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ ഇത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിപ്പോൾ പിടിച്ചിങ്ങനെ വലിച്ചാൽ തന്നെ ഇത് വലുതാവും കേട്ടോ. നമുക്കതുപോലെ സ്റ്റിച്ച് ഇതേപോലെ ഒഴിവാക്കാനും ഇങ്ങനെ തോന്നിട്ടുമ്പോൾ പറ്റും. ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്കിതിങ്ങനെ ഇത് ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഫ്രീ ആയി മൈൻഡായി അതുപോലെ നടുക്കത്തെ വിരലും അമർത്തി പിടിച്ചിട്ട് മറ്റേ വിരലും ഇതുപോലെ കൊടുക്കുക. ചെറിയ വിരലും കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ള് ആ യാണിനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് നല്ല സുഖത്തിൽ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റത്തെ ഇതിലൂടെ ഇട്ടിട്ട് രണ്ടാമത്തെ നൂലിന് അതിലൂടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് കൈമന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ആ ചെറിയ നൂലിനൊന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. ഇനി ഇതിലൂടെ എങ്ങനെയാണ് ചെയിൻ ഇടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണ് നമ്മൾ ക്രോഷ്യയിൽ ഫസ്റ്റായിട്ട് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടാമെന്നും ചെയിൻസ് എങ്ങനെ ഇടാമെന്നും. ഇനി ഒന്നുമില്ല, നമ്മളുടെ വലിയ നൂലിനെ ഇതുപോലെ 2 വിരലിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ആ ചെറിയ നൂലിനെ നമുക്ക് ജസ്റ്റ് ചെറിയ നൂലിനെ എന്നല്ല, അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോർഷനിൽ സ്ലിപ്പ് നോട്ട് ഇട്ട ഭാഗത്ത് നമുക്കിതുപോലെ ടൈറ്റാക്കി പിടിക്കാം.